ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. ഡുൾസെ ദെ ലേച്ചെ കേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ ഞാനിത് വേറെ രീതിയിൽ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ലെച്ചസ് കേക്ക് ഉണ്ടല്ലോ, അതേ രീതിയിൽ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പെരുന്നാൾക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. പൈസയും കഴിയാത്തവർക്കൊക്കെ ആ രീതിയിൽ ചെയ്താലും മതി. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള സോസ് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ അത് ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്കൊരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് 1 kg അളവിലാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ 1/2 kg ആണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി എടുത്താൽ മതി. 2 kg ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇരട്ടി എടുക്കുക, ആ രീതിയിൽ എടുക്കുക. അപ്പോൾ ഇതുപോലെ കാരമലായിട്ട് വരുന്നവരെ നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കാരമൽ ചെയ്തെടുക്കുക. ഒരുപാട് അങ്ങോട്ട് ബ്രൗൺ കളർ ആവരുത്, അപ്പോൾ അതിൻ്റെ കയ്പ്പ് രുചി വരും, അത് ശ്രദ്ധിക്കുക. പിന്നെ അതിലേക്ക് ഒരു 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കുക. പാൽ ചേർക്കുമ്പോൾ ഇങ്ങനെ തിളച്ച് പൊങ്ങി വരും, അപ്പോൾ ഒന്ന് മേലേക്ക് പിടിച്ചാൽ മതി. എന്നിട്ട് താഴ്ന്നു വരുന്ന സമയത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ പാലൊക്കെ ഒഴിക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു കാരമൽ ചെയ്ത പഞ്ചസാര ഉണ്ടല്ലോ, അത് ഇതുപോലെ കട്ടിയാവും കേട്ടോ. അത് കണ്ടിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചൂടായിട്ട് വരുമ്പോൾ അത് മെൽട്ടായിട്ട് അതിലേക്ക് മിക്സ് ആയിക്കോളും. ഇങ്ങനെ കാണുമ്പോൾ അത് നാശമായി പോയി എന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, അത് ശരിയായിക്കോളും. പിന്നെ അതിലേക്ക് 1/2 കപ്പ് കണ്ടൻസ് മിൽക്കാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അതൊക്കെ കൂടി ആകുമ്പോഴാണ് ഇത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു സോസായി നമുക്ക് കിട്ടുക. ഇത് നമ്മൾ ലെച്ചസിൻ്റെ രീതിയിൽ ഉണ്ടാക്കുമ്പോഴും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 കപ്പാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇത് തണുക്കുന്ന സമയത്ത് ഒന്നും കൂടെ ഒന്ന് തിക്കായിട്ട് വരും കേട്ടോ. ഇപ്പോൾ ഇങ്ങനെയാണെങ്കിലും തണുക്കുന്ന സമയത്ത് ഒന്ന് തിക്കായിട്ട് വരും. ഇത്രയും മതി. ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിച്ചെടുക്കാം. 1 കപ്പ് മൈദ അരിപ്പയിലൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക. നമ്മൾ സാധാരണ ഒരു വാനില സ്പോഞ്ച് കേക്കൊക്കെ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് മൈദ ഒരു 2 ടേബിൾ സ്പൂൺ റിമൂവ് ചെയ്തിട്ടൊക്കെയാണ് ചെയ്യാറ്. ഇതിൽ ഞാൻ റിമൂവ് ചെയ്യുന്നൊന്നുമില്ല കേട്ടോ. ഇതിലേക്ക് നേരിട്ട് 1 കപ്പ് ചേർത്തതിന് ശേഷം 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ ഒരു നുള്ള് ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അരിച്ചെടുക്കാം. ഇത് നന്നായിട്ട് മിക്സായി കിട്ടാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് 3 തവണ അരിച്ചെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ വിസ്ക് ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് കമ്പൈൻ ആകുന്ന വരെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചാലും മതി. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടിയുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് നമ്മുടെ ഈ ഒരു ഡുൾസെ ദെ ലെച്ചേൻ്റെ സോസ് ഉണ്ടല്ലോ, അതും ചേർത്ത് കൊടുത്തതിന് ശേഷം 1/4 കപ്പ് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കാം. 1/4 കപ്പ് ഷുഗറും 1/4 കപ്പ് സോസും കേട്ടോ. അതിലേക്ക് 1/4 കപ്പ് വെള്ളവും. പിന്നെ നമ്മൾ ഇവിടെ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 7 ഇഞ്ചിൻ്റെ മോൾഡാണ് എടുക്കുന്നത്. അത് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടിയുള്ള മുട്ടയൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 4 മുട്ട വെച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ ഡ്രൈ ആയിട്ടുള്ളൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ആ വാനില എസൻസ് നമ്മൾ എപ്പോഴും മുട്ട ബീറ്റ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു മുട്ടയുടെ സ്മെല്ലൊക്കെ ആ ഒരു നമ്മുടെ കേക്കിൽ വരും കേട്ടോ. പിന്നെ അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക. നമ്മൾ സാധാരണ 1/4 കപ്പ് പഞ്ചസാരയല്ലേ ചേർക്കാറ്, ഇതിലേക്ക് 1/2 കപ്പ് മതി. നമ്മൾ ഇതിലേക്ക് സോസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഫ്ലഫി ആകുന്ന വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നല്ല ഫ്ലഫി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇങ്ങനെ ഡ്രൈ ആയിട്ടുള്ള ബോളും അതുപോലെ മുട്ടയിലൊന്നും വെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഇതുപോലെ ഫ്ലഫി ആയിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ഇത് കിട്ടും മുട്ട ബീറ്റ് ചെയ്യുന്ന സമയത്ത്. ഇനി നമുക്ക് ഈ ഒരു സോസിൽ നിന്ന് ഒരു 4 ടേബിൾ സ്പൂൺ സോസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് കണ്ടോ, ഒന്നുകൂടെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് തണുത്ത ശേഷം, കണ്ടോ. അപ്പോൾ ഈ 4 ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് 1/4 കപ്പാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കറക്റ്റായിട്ട് ഇങ്ങനെ 4 ടേബിൾ സ്പൂൺ വീതമായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു 1/4 കപ്പ് സോസ് ഇതിലേക്കാണ്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അത്രയും മതി. ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതുപോലെ ഒരു 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് ലോ സ്പീഡിലിട്ടിട്ട് അത് മിക്സ് ആകുന്ന രീതിയിലൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഒരുപാട് അങ്ങോട്ട് ബീറ്റ് ചെയ്താൽ ഈ ഒരു ബാറ്റർ ലൂസായി പോവും. അപ്പോൾ നമ്മുടെ ഒരു കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതുപോലൊരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് നമുക്കിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് എടുക്കണം.
അപ്പോൾ കുറേശ്ശെ ആഡ് ചെയ്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ കുറേശ്ശെ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് കുത്തി ഇളക്കരുത്. അപ്പോൾ എന്താവും, അങ്ങനെ കുത്തി ഇളക്കിയാൽ നമ്മുടെ ബാറ്റർ ഒന്നും കൂടെ താഴ്ന്നു പോവും. അങ്ങനെ വീണ്ടും നമുക്ക് സോഫ്റ്റ്നെസ് ആയിട്ട് നമ്മുടെ കേക്ക് കിട്ടില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സാവധാനം വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. എൻ്റെ വീഡിയോ സ്പീഡ് കൂട്ടിയോണ്ട് ഞാൻ സ്പീഡ് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നത്. സാവധാനം ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള 7 ഇഞ്ചിൻ്റെ മോൾഡിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു സ്ക്യൂറോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആദ്യം ഒന്ന് ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഒരു 3-4 തവണ ഒന്ന് ടാപ്പ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ പ്രീ ഹീറ്റ് ആയിട്ടുള്ള ഒരു പാനിലേക്ക് ഇറക്കി വെച്ചിട്ട് ഇത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഓവനിലാണെങ്കിൽ ഓവനിൽ ചെയ്യുക. 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 20-25 മിനിറ്റ് കൊണ്ട് തന്നെ ആയിക്കിട്ടോ. ചില ഓവൻ്റെ ടെമ്പറേച്ചറിനനുസരിച്ച് ഡിഫറൻസ് വരും. ഇതും അങ്ങനെ തന്നെ 25-30 മിനിറ്റ് കൊണ്ട് തന്നെ ബേക്കായി വരും കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ആ ഒരു സോസിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ സോസ് ഒഴിച്ചു കൊടുക്കുക. കൂടുതൽ ചേർക്കേണ്ട കേട്ടോ. അപ്പോൾ ക്രീം ഒരുപാട് ലൂസായി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. 2 ടേബിൾ സ്പൂൺ തന്നെ മതി. എന്നിട്ട് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. നല്ല സ്റ്റിഫാവുന്ന വരെ തന്നെ ബീറ്റ് ചെയ്തെടുക്കുക. അത് ചേർത്ത് വിചാരിച്ച് സ്റ്റിഫ് ആവാതിരിക്കുകയൊന്നുമില്ല കേട്ടോ. നല്ല സ്റ്റിഫായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതാ നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ കേക്കും ഇവിടെ ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഞാൻ പുറത്തേക്ക് തണുത്തതിന് ശേഷമായിട്ട് എടുത്തിട്ടുള്ളത്. ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് 3 ലെയേഴ്സായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ 10 ഇഞ്ചിൻ്റെ ബേസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് കുറച്ച് ക്രീം ആദ്യം അപ്ലൈ ചെയ്തിട്ട് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ഷുഗർ സിറപ്പ് വെച്ചിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ക്രീം വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കൊന്ന് പാൽ നൈഫ് വെച്ചിട്ടൊന്ന് ആക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ആ ഒരു സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള സോസ് ഉണ്ടല്ലോ, ആ ഒരു ഡൂൾസെ ദെ ലെച്ചിൻ്റെ സോസ്. അപ്പോൾ അതെടുത്തിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇത്രയും മതി. ഇനി നമുക്ക് വേറെ ഞാനൊരു കുഞ്ഞു സ്പാച്ചിൽ വെച്ചിട്ട് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിൻ്റെ നട്സാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള നട്സൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ബദാമും അതുപോലെ കശുവണ്ടി പരിപ്പും ഉണ്ടല്ലോ, അത് രണ്ടും ചോപ്പ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സെക്കൻഡ് ലെയറും ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക. വിപ്പിംഗ് ക്രീം ചെയ്യുക. ദെൻ നമ്മളെ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നട്സ് ചേർത്ത് കൊടുക്കുക. അങ്ങനെ 3rd ലെയറും വെച്ച് കൊടുക്കുക. അങ്ങനെ പിന്നെ അത് ക്രം കോട്ടിങ് ചെയ്തിട്ടെടുക്കുക. അങ്ങനെ 3ാമത്തെ ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ക്രീം സൈഡൊക്കെ ഒന്ന് ആദ്യം ഇതുപോലെ ഒന്ന് ലെവലാക്കി കൊടുക്കാം. ഓരോ ലെയർ വെക്കുമ്പോൾ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ഒരു കറക്റ്റ് ഇതിൽ കിട്ടില്ല. അപ്പോൾ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ക്രീം വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കിയിട്ട് കൂടുതൽ ക്രം കോട്ടിങ് ചെയ്യുമ്പോൾ കൂടുതൽ ക്രീമൊന്നും വെച്ച് കൊടുക്കണ്ട കേട്ടോ. വളരെ കുറച്ച് മാത്രം മതി. ആ ക്രംസ് ഒന്നും വരാത്ത രീതിയിൽ നെക്സ്റ്റ് കോട്ടിങ് ചെയ്യുന്ന സമയത്ത് ക്രംസ് ഒന്നും അതിൽ പിടിക്കാത്ത രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ക്രീം ആക്കിയിട്ടൊന്ന് ക്രം കോട്ടിങ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഫ്രിഡ്ജിലൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഫ്രീസറിലാണെങ്കിൽ 10 മിനിറ്റ് വയ്ക്കുക, താഴെയാണെങ്കിൽ ഒരു അരമണിക്കൂർ അത്രയും വയ്ക്കുക. എന്നിട്ട് അത് പുറത്തേക്ക് എടുത്തിട്ട് ഫൈനൽ ഫ്രോസ്റ്റിംഗ് നമുക്ക് ചെയ്തിട്ടെടുക്കാം. പിന്നെ എന്നോട് ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് ക്രീമാണ്. ഇപ്പം ചില വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏത് ക്രീമാണ് ഞാൻ യൂസ് ചെയ്യാറെന്ന്. ഞാൻ ഫിയോണയുടെ ക്രീമാട്ടോ അധികം യൂസ് ചെയ്യാറ്. അത് കിട്ടാതാകുമ്പോൾ മാത്രമേ വേറെയുള്ള ക്രീമൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഫിനിഷിങ് ചെയ്തിട്ടെടുക്കാം. പിന്നെ ഈ ഒരു കേക്കിൻ്റെ ഡിസൈനിങ് എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തെടുക്കാം കേട്ടോ. ഗോൾഡൻ കളർ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇതിൻ്റെ പുറത്തേക്കുള്ള കോട്ടിങ്ങൊക്കെ ഗോൾഡൻ കളറിലൊക്കെ ചെയ്താൽ മതി. ആ ഒരു കേക്കിൻ്റെ ആ ഒരു തീമിൽ ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വൈറ്റ് ക്രീം ഒരു പാത്രത്തിൽ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടുണ്ട്. സ്റ്റാർ നോസിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള കുറച്ചതിൽ യെല്ലോ കളറാണ് ചേർക്കുന്നത്. ഗോൾഡൻ കളർ ഇപ്പം എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഗോൾഡൻ കളർ എടുക്കുമായിരുന്നു. എന്നിട്ട് ഇതുപോലെ നൂർ 34 എന്ന് പറഞ്ഞിട്ടുള്ള നോസിലെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കേക്കിന് ചുറ്റും ഈ ഒരു ഡിസൈന് വരച്ചു കൊടുക്കുന്നുണ്ട്.
ഇനി നമ്മൾ ഇതുപോലൊരു സ്റ്റാർ നോസിൽ എടുത്തിട്ട് അതിൽ വൈറ്റ് ക്രീമാണ് കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ നീളത്തിലൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ 34 എന്ന് പറഞ്ഞ നോസിലുണ്ടല്ലോ, അത് വെച്ചിട്ട് ഇതുപോലെ അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഇങ്ങനെ ഇടവിട്ട് ഇങ്ങനെ ഡിസൈൻ വരച്ചു കൊടുക്കാം. കുറച്ച് സ്പേസ് വിട്ടിട്ട് ഈ ഒരു ഡിസൈൻ ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ടിലേക്കുള്ള ഒരു ഡിസൈൻ, ഒരു വള്ളി പോലെ അങ്ങനെ വരച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും അതിൻ്റെ ഇതിലൂടെ ആ ഒരു വൈറ്റ് ക്രീമിൽ സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും ഇതേ സെയിം പ്രൊസീജിയർ തന്നെ ചെയ്യാം. ഈ ഒരു ഇത് അതിൻ്റെ വരക്കാത്ത ഭാഗത്ത് നിന്ന് ആ ഒരു ഇത് വരച്ചിട്ട് അങ്ങനെ ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച പോലെ വരച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇതേപോലെ ചെയ്യാം. നമുക്ക് എത്രയാണോ കംപ്ലീറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ വരക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഹാഫ് പോർഷൻ വരെ അങ്ങനെ ചെയ്യുന്നുള്ളൂ. ഒരു ഹാഫല്ല, ഒരു 1/4 പോർഷൻ. ബാക്കിയുള്ള ഭാഗത്ത് പേര് എഴുതാനുള്ളതുകൊണ്ട് ഞാനങ്ങനെ 1/4 പോർഷൻ മാത്രമേ അങ്ങനെ ചെയ്യണുള്ളൂ. പിന്നെ ഇതിൻ്റെ സൈഡിൽ ബോർഡറായിട്ട് ആ ഒരു സ്റ്റാർ നോസിൽ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ അങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും അങ്ങനെ തന്നെ ആ ഒരു സ്റ്റാർ നോസിൽ വെച്ചിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ 2 യെല്ലോ ഫ്ലവേഴ്സ് ഞാൻ അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ. ഫാൻസി ഫ്ലവേഴ്സാണ്. പിന്നെ പേര് എഴുതിയത് ഫോണ്ടൻറ്റിലുമാണ്. അങ്ങനെ എഴുതിയിട്ട് അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഗോൾഡൻ കളറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ബെറ്റർ ആണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.